നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഏറ്റവും പുതിയ ടൊയോട്ട ക്യാമറിയാണ്. ക്യാമറി പോലുള്ള വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള സെഡാനുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം എല്ലാവരും SUV-കളിലേക്ക് ചുവട് മാറുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റോഡുകളുടെ അവസ്ഥ തന്നെയാണ് അതിന് കാരണമായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, ഇൻഡിഗോയിലെ ക്യാപ്റ്റനാണ് അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഓഡി A6 ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോടാണ്. അവിടെ ഓടിച്ചു പോകുക എന്ന് പറയുന്നത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ റോഡ് പണിയാൻ കഴിയുമ്പോൾ എല്ലാം ഭംഗിയാകും. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് SUV-കൾ മാത്രം ഓടിച്ചു നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം DC ബുക്സിൻ്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേണ്ടി കോഴിക്കോട് പോയിരുന്നു. കോഴിക്കോട് നമ്മുടെ ജിംനിയും കൊണ്ട് പോയി. വളരെ സുഖമാണ്. കാരണം ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റോഡുകളിൽ ഓഫ് റോഡാണല്ലോ, ഇപ്പോഴത്തെ റോഡല്ല ഓഫ് റോഡാണ്. അതുവഴി ഓടിച്ചു പോകാൻ വളരെ രസകരമാണ്. ചവിട്ടി പിടിച്ചങ്ങ് പോയാൽ മതി, കല്ലിൻ്റെയും മണ്ണിൻ്റെ ഒക്കെ മുകളിൽ കൂടെ അങ്ങ് പൊക്കോളും. ആ സമയത്ത് ഒരു സെഡാനാണെങ്കിൽ നമുക്ക് വളരെ പേടിച്ച് ഓടിക്കാൻ പറ്റും. അടിതട്ടി ആ കുഴപ്പത്തിലാകും, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വില കൂടിയ സെഡാനുകൾ. എന്ന് തന്നെയല്ല, നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അറിയാം, ഇപ്പോൾ ഹ്യുണ്ടായി സൊണാറ്റ അരങ്ങൊഴിഞ്ഞു പോയി, ഹോണ്ട അക്കോഡ് അരങ്ങൊഴിഞ്ഞു പോയി, അതുപോലെ ഏറ്റവും പുതിയ സ്കോഡ സൂപ്പർ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഭംഗിയുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള സെഡാനുകൾ ഇല്ലാത്ത അവസ്ഥയിലാണ് ഏറ്റവും പുതിയ ക്യാമറി വന്നിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, വലിയ സെഡാനുകളുടെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ആൾക്കാർ എന്തുകൊണ്ടാണ് കൈവയ്ക്കാത്തതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇതിന് മൈലേജ് വളരെ കുറവാണെന്നുള്ളതാണ്. വാഹനം വലുതാകുന്നതോ എഞ്ചിൻ വലുതാകുന്നു. എഞ്ചിൻ വലുതാകുമ്പോൾ അധികവും പെട്രോൾ എഞ്ചിനാണ് ഇപ്പോഴത്തെ വാഹനങ്ങളുള്ളത്. മൈലേജ് ഒരു തരത്തിലും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ വാഹനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത 26 കിലോമീറ്റർ മൈലേജാണ് കമ്പനി പറയുന്നതെന്നുള്ള കാര്യമാണ്. സ്ഥിരമായി ഓടിച്ചാൽ തീർച്ചയായിട്ടും 21 കിലോമീറ്ററെങ്കിലും കിട്ടും. കാരണം ഇതിൽ സാമാന്യം വലിയ ഒരു മോട്ടോർ കൂടി ഉണ്ട്. അതായത് ഇതൊരു ഹൈബ്രിഡ് വാഹനമാണ്, സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമാണ്. അപ്പോൾ പെട്രോളും ഇലക്ട്രിക് മോട്ടറും ചേർന്നാണ് ഈ വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈലേജ് കാര്യമായ രീതിയിൽ കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, വളരെ പണ്ട്, അതായത് ടൊയോട്ട ഇന്ത്യയിൽ കാലുകുത്തുന്ന കാലം തൊട്ട് തന്നെ ഈ ക്യാമറി എന്ന മോഡൽ ഇന്ത്യയിലുണ്ട്. ആ കാലത്തൊക്കെ നന്നായി വിറ്റുപൊക്കൊണ്ടിരുന്ന മോഡൽ കൂടിയാണിത്. 2002 ആദ്യമായിട്ട് ക്യാമറി ഇന്ത്യയിൽ ടയർ കുത്തിയത്. അതിനുശേഷം 2013 ഇവിടെ അസംബിൾ ചെയ്യാൻ തുടങ്ങി. അതായത് അത് അത്രയും കാലം CBU ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ പിന്നീട് അസംബിൾ ചെയ്യാൻ തുടങ്ങി. അസംബിൾ ചെയ്തപ്പോൾ അത് 7ാമത്തെ ജനറേഷൻ വാഹനമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് 9ാമത്തെ ജനറേഷനാണ്. ടൊയോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എങ്ങനെയും കാശ് നമ്മുടെ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് ടൊയോട്ടയുടെ ലക്ഷ്യം. സർവീസ് കോസ്റ്റ് വളരെ കുറച്ചിട്ട് ആദ്യം തന്നെ പൈസ കംപ്ലീറ്റ് നമ്മുടെ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ CBUവിൽ നിന്നും ഇന്ത്യയിൽ അസംബിൾ ചെയ്തപ്പോൾ ഒന്നും വലിയ വിലയിൽ മാറ്റമൊന്നും സംഭവിച്ചില്ല എന്നുള്ള ക്യാമറയുടെ പ്രത്യേകതയാണ്. പിന്നെയും എന്തുകൊണ്ടാണ് നമ്മൾ ടൊയോട്ട ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് എത്ര വർഷം വേണമെങ്കിലും നിങ്ങളുടെ മരണം വരെ ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിൽ റിലയബിളാണ് ഈ വാഹനം എന്നുള്ളതാണ്. ഈ വാഹനം നല്ല ടൊയോട്ടയുടെ ഏത് വാഹനവും തന്നെയല്ല, എപ്പോൾ വിറ്റാലും വാങ്ങിച്ച വില കിട്ടുന്ന അവസ്ഥയാണ് ഏതൊരു മോഡലിനും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് വില കൂടുതൽ കൊടുത്ത് വാങ്ങിച്ചാൽ പോലും ടൊയോട്ടയുടെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ വാഹനം ഞാനിപ്പോൾ രാവിലെ നിപ്പോൺ ടൊയോട്ടയിൽ നിന്ന് നമ്മൾ ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സ് കീഴടക്കി എന്നുള്ളതാണ് സത്യം. കാരണം അത്രയധികം സ്മൂത്താണ്, അത്രയധികം ഹെവിയാണ്. ഉൾഭാഗത്തിരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു സേഫ്റ്റി ഫീലും കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രിക് മോട്ടറിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്, സ്റ്റാർട്ടാകുന്നൊന്നും അറിയില്ല. നമ്മൾ ഇലക്ട്രിക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്, ഒന്നും അറിയില്ല, ഓടിച്ചങ്ങ് പോകാം. ഇതിന് സമാനമായിട്ട് എനിക്ക് തോന്നിയത് ടൊയോട്ടയുടെ പ്രയൂസ് എന്ന് പറയുന്ന ആ മോഡലാണ്. അത് ഒരു ഗംഭീര സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമാണ്. ഏതാണ്ട് അതേ ലെവലിലേക്കാണ് ഇപ്പോൾ ഈ വാഹനം വന്നിരിക്കുന്നത്. അത് കാഴ്ചയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ ഹാമർ ഹെഡ് എന്ന് പറയുന്നൊരു പുതിയ ഡിസൈൻ ലാംഗ്വേജാണ് ഇപ്പോൾ ടൊയോട്ടയ്ക്കുള്ളത്. അത് ആദ്യമായിട്ട് വന്നത് തന്നെ ഏറ്റവും പുതിയ പ്രൈസിലാണ്. അത് ഇന്ത്യയിലില്ല. ആ രീതിയിലേക്ക് മുൻഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ടൊയോട്ട ഒരിക്കലും വാഹനത്തിൻ്റെ ഭംഗിയിലൊന്നും ശ്രദ്ധിക്കുന്ന കമ്പനിയൊന്നുമല്ല. ഭംഗിയിലല്ല, എന്താണ് ലുക്കിലല്ല, വർക്കിലാണ് കാര്യം എന്നുള്ളതാണ് ടൊയോട്ടയുടെ മോട്ടോ തന്നെ. എങ്കിൽ പോലും പുതിയ ക്യാമറ കാണുമ്പോൾ നമുക്ക് ഭംഗിയുടെ കാര്യത്തിലും ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്, ഇല്ലേ? നല്ല ഭംഗിയില്ല കാണാം. മുൻഭാഗമൊക്കെ രസകരമായിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള ലൈനുകളൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടൊയോട്ട ക്യാമറയുടെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീകളെ വർണ്ണിക്കുന്നതും പുരുഷന്മാരെ വർണ്ണിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് SUV-കളും സെഡാനുകളും കാണുമ്പോൾ. സ്ത്രീകളെ വർണ്ണിക്കാനാണല്ലോ എപ്പോഴും പുരുഷന്മാർക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാൻ പുരുഷനായതുകൊണ്ട് എനിക്കും ഏറ്റവും താല്പര്യം സെഡാനുകളെ വർണ്ണിക്കാനാണ്. SUV-കളൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഇങ്ങനെ നോക്കി നമ്മുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമ്മളൊരു നോട്ടമുണ്ട് SUV-കൾ. അതോടുകൂടി നമുക്ക് ആ വർണ്ണിക്കാനുള്ള താല്പര്യവും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ, ഈ സ്ത്രീകളായ സെഡാനുകളുടെ കാര്യത്തിൽ നമുക്ക് വർണ്ണിക്കാൻ താല്പര്യമുണ്ട്.
എന്തായാലും അങ്ങേയറ്റം സുന്ദരിയായ ഒരു വാഹനമായിട്ട് തന്നെയാണ് നമുക്ക് ക്യാമറയെ കാണുന്നത്. പേരും ക്യാമറി എന്നാണല്ലോ, അത് സ്ത്രീകളുടെ പേര് പോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു പേരാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ ഹാമർ ഹെഡ് എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുൻഭാഗം ഇങ്ങനെ ഒന്ന് അല്പം കൂർത്ത് വരുന്നു. സ്ത്രീകൾ ദേഷ്യം വരുമ്പോൾ മുഖം വീർപ്പിക്കുന്ന പോലെ ഒന്ന് കൂർത്ത് വരുന്നുണ്ട് മുഖഭാവം. അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടെ ഇപ്പോൾ മനോഹരമായ ഒരു ഡാറ്റ റണ്ണിംഗ് ലാമ്പാണ്. അതിപ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത്ര മനോഹരമായിട്ടാണ് ഹെഡ് ലാമ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ആ ഒരു എലമെൻസ് ഒക്കെ ഭംഗിയായിട്ടുണ്ട്. അതിങ്ങനെ ഡാറ്റ റണ്ണിംഗ് ലാമ്പിലേക്ക് കടന്നു കയറി നേരെ ഈ ഒരു ഗ്രില്ലിൻ്റെ സൈഡിൽ വന്നാണ് അവസാനിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ ഈ ഒരു ഷാർപ്പ് എഡ്ജുകളോട് ചേർന്ന് നിൽക്കുന്നത് രസകരമായൊരു കാര്യമായിട്ട് തോന്നുന്നു. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വളരെ ചെറിയ ഒരു ഗ്രില്ലിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഇവിടെ അഡാസ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ സെൻസേഴ്സും ക്യാമറയും ഒക്കെയാണ് ഈ കാണുന്നത്. താഴെയായിട്ട് വരുമ്പോൾ ഈ ലെക്സസിൻ്റെ വാഹനത്തിൽ കാണുന്ന സ്പിൻഡിൽ ഗ്രില്ലാണ് താഴെയായിട്ട് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ടൊയോട്ടയുടെ പല വാഹനങ്ങളിലും ഈ ലെക്സസിൻ്റെ ഡിസൈനിൽ കടന്നു കയറ്റം സംഭവിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമുക്ക് മറ്റൊന്ന് പറയുന്നത് വെൽഫെയർ ആണ്. വെൽഫെയർ ഇപ്പോൾ ഏതാണ്ട് ലെക്സസിൻ്റെ വാഹനങ്ങളുടെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഭംഗിയായിട്ടുള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോഗ് ലാമ്പ്, LED ഫോഗ് ലാമ്പാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ ചെറിയ എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതും ഡിസൈനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഷാർപ്പ് കട്ടുകളും എഡ്ജുകളൊക്കെയാണ്. അതൊക്കെ ടൊയോട്ടയുടെ മറ്റ് വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാം. താഴെയായിട്ട് ലോവർ ലിപ്പും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും കൊടുത്തിരിക്കുന്നു. ടൊയോട്ടയുടെ ലോഗോ അഭിമാന പുരസ്സരം മേൽഭാഗത്ത് വെച്ചിട്ടുണ്ട്. ബോണറ്റൊക്കെ വളരെ വലുതാണ്, വിശാലമായ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ ബോണറ്റ് ലൈനുകളൊക്കെ അത്യാവശ്യം പെർമനൻ്റ് ആയിട്ടുള്ള കട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന ക്യാമറയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി മോഡേണും കുറച്ചുകൂടെ എന്താ പറയുക ഷാർപ്പ് എഡ്ജുകളൊക്കെ ആയിട്ടുള്ളൊരു സ്പോർട്ടി ഡിസൈനിലേക്കാണ് ഡിസൈൻ മാറിയിരിക്കുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ താഴെയുള്ള ഈ ഭാഗമൊക്കെ ഉണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എന്താ പറയണ്ടേ വളരെ ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജുകളോട് കൂടിയുള്ള ബമ്പുകളിൽ അത് തട്ടാതിരുന്നാൽ മാത്രം മതി. പക്ഷേ തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ആ ക്യാമറയിൽ നിന്നും വലിയ വ്യത്യാസം, ഡിസൈൻ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല. കാര്യമായ ഡിസൈൻ വ്യത്യാസമില്ലെങ്കിൽ പോലും ലൈനുകൾ, ഷാർപ്പ് ലൈനുകളൊക്കെ കൂടുതൽ പ്രൊമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഈ ഭാഗത്തൊക്കെ കാണുന്ന ഷോൾഡർ ലൈൻ പോലുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഒരു ഭാഗം, അതൊക്കെ നമുക്ക് പുതുതായിട്ട് കണ്ടെത്താനാവുന്നതാണെങ്കിലും ബേസിക് രൂപത്തിലാണ് മാറ്റം വരാത്തത്. ഇവിടെ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ ആ ഒരു ബാഡ്ജിങ് ആണ് HEV എന്ന് കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ ഈ ഒരു ബോഡി കളർ തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ താഴെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തായിട്ടൊരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും കൊടുത്തിട്ടുണ്ട്. വളരെ നീളമുള്ളൊരു വാഹനമാണ്. നമുക്ക് കാണുമ്പോൾ ബോധ്യപ്പെടുമല്ലോ. 4920 മില്ലിമീറ്ററാണ് ഇതിന് നീളം. ഏതാണ്ട് 5 മീറ്ററാണ് ഇത് നീളം എന്ന് പറയാം. 2825 മില്ലിമീറ്ററാണ് വീൽ ബേസ്. അതും വളരെ വലിയൊരു വീൽ ബേസാണ്. അതുപോലെ തന്നെ 160 മില്ലിമീറ്റർ ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് ഇന്ത്യൻ റോഡുകൾക്ക് ഏകദേശം പറ്റുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. മോശമല്ല. എങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗ്ലാസ് ഏരിയ ഒക്കെ ആണെങ്കിലും വളരെ വിശാലമാണ്. അധികവും ഷോഫ് ഡ്രിവൺ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് പിൻഭാഗത്ത് ഗ്ലാസ് ഏരിയ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കോർണർ ഗ്ലാസ്സിൽ പോലും ആ തരത്തിലുള്ള ഒരു വലിപ്പം നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരല്പം കൂടുതൽ ചെരിഞ്ഞിറങ്ങുന്നില്ലേ കഴിഞ്ഞ മോഡലിനേക്കാൾ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി ഒരു കൂപ്പെ ലൈക്ക് ഡിസൈനിലേക്ക് മാറുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും മുൻഭാഗത്ത് കണ്ട ഡിസൈൻ പോലെ ആ ഒരു ഹാമർ ഹെഡ് ഡിസൈൻ നമുക്ക് പിൻഭാഗത്തും അവരൊരു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഒരല്പം ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഡിസൈൻ, അതും ഷാർപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയിൽ നിന്നുള്ള ബാഡ്ജിങ്ങും ടൊയോട്ടയുടെ ബാഡ്ജിങ്ങും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായ ടൈൽ ലാമ്പാണ്, LED ടൈൽ ലാമ്പ്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ആരംഭിച്ച് കടന്നു നിൽക്കുന്നു, ഈ ഒരു ബൂട്ട് ലിഡിലേക്ക് കടന്നു നിൽക്കുകയാണ്. താഴെയായിട്ട് അത്യാവശ്യം നല്ല ഉയരം നമുക്ക് കാണാം. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് പിൻഭാഗത്തേക്ക് വരുമ്പോൾ അല്പം കൂടുന്നുണ്ടോ എന്ന് പോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ബ്ലാക്ക് ഫിനിഷും സ്റ്റീൽ ഫിനിഷും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് HEV എന്നുള്ള ആ ഒരു ബാഡ്ജിങ്. ഇവിടെ അപ്പർ ലിപ്പ് പോലെ ഭാഗം കൊടുത്തിരിക്കുന്നു. അത് വേണമെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറിൻ്റെ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് വളരെ ചെരിഞ്ഞിറങ്ങുന്ന ആ ഒരു ഗ്ലാസ് ഏരിയ, ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ്. ഇത്രയുമാണ് നമുക്കിവിടെ കാഴ്ചയുടെ കാര്യത്തിൽ പറയാവുന്നത്. ഇനി നമുക്ക് ഒന്ന് എങ്ങനെയുണ്ട് ബൂട്ട് സ്പേസ് നോക്കട്ടെ. 524 ലിറ്റർ ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലം. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു പാഴ്സൽ ട്രേ പോലുള്ള ഭാഗമാണ്. 3 കിലോ വരെ ഭാരം വയ്ക്കാമെന്നില്ല എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആക്സസറി ആണെന്നാണ്, അതോ ഇതിൻ്റെ കൂടെ ഉള്ളതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അത് കൊള്ളാം. ഈ ചാടി കളിക്കാത്ത രീതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റും. തന്നെയല്ല വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ്, അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കയറ്റാം. കൂടാതെ 18 ഇഞ്ചിൻ്റെ ടയറാണ് ഇതിനുള്ളത്. ഫുൾ സൈസ് ടയർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്പെയർ ടയറായിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ടയർ വെച്ചിട്ട് പോലും ഇത്രയും സ്പേസ്, 524 ലിറ്റർ എന്ന് പറയുന്നത് മോശമല്ല. എന്തായാലും ഇത് അടയ്ക്കണമെങ്കിൽ ഇലക്ട്രിക്കലി ഒന്നും അടയ്ക്കാൻ പറ്റില്ല.
എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ പാത്രം കഴുകി വയ്ക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കൈകൊണ്ട് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയറിൻ്റെ ആ ഭംഗിയുള്ള ഡിസൈനെ പറ്റി പറയാനുള്ളത്. സെഡാനുകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഓടിച്ചുകൊണ്ട് നടക്കാൻ നമ്മുടെ റോഡുകൾ അത്രയധികം പ്രാക്ടിക്കൽ അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന, ഓടിക്കുമ്പോൾ അതിലധികം സന്തോഷം തോന്നുന്ന വാഹനങ്ങളാണ് സെഡാനുകൾ. ആ കാര്യത്തിലിപ്പോൾ പഴയ ക്യാമറകളൊക്കെ വളരെ മുന്നിലാണ് ഏറ്റവും പുതിയ ക്യാമറ. അത്രയധികം സ്മൂത്തായിട്ടുള്ള ഡ്രൈവൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നോക്കാം. സൂര്യൻ കടന്നു കയറി മോളി വരെ എത്തിയിട്ടുണ്ട്. അത്രയധികം ചൂടാണിപ്പോൾ. കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാകുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണ്. ഇത്രയധികം തണുപ്പുള്ളൊരു കാലഘട്ടം, ലോകത്തിലെവിടെ പോയാലും തണുപ്പുള്ള കാലത്ത് 7:30 ആകുമ്പോൾ തന്നെ കേരളത്തിൽ സൂര്യൻ കത്തി ജ്വലിക്കുകയാണ്. അപ്പോൾ അങ്ങ് തുടങ്ങാം. പഴയ ക്യാമറയിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാതിരുന്നത് അതിൻ്റെ ഉള്ളിലെ നിറങ്ങളാണ്. അതായത് ബീജും ബ്ലാക്കുമായിരുന്നെങ്കിൽ അത് പാടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഭംഗിയുള്ള നിറം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടാൻ ബ്രൗണും ബ്ലാക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ ആ മോഡലിലേക്ക് നമ്മൾ കയറുമ്പോൾ ഒരല്പം മനസ്സ് മടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, വളരെ എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിരിക്കുന്നു, ഭംഗിയായിട്ടുണ്ട്. അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഈ പിയാനോ ബ്ലാക്കിൻ്റെ ഒരു അല്പം സ്റ്റാൻഡേർഡ് കുറവ് തോന്നുന്നു. അല്പം കൂടി ഒരു നല്ല പിയാനോ ബ്ലാക്ക് ആകുമായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കരമായിട്ട് അങ്ങ് ഗ്ലോസി ആയി പോലെ ഫീൽ വരുന്നുണ്ട്. എങ്കിലും എല്ലാം കൂടെ ചേരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത നിൽക്കുന്നുണ്ട്. അതുപോലെ ഡാഷ്ബോർഡൊക്കെ ഒരു അല്പം ഉയർന്നാണ് നിൽക്കുന്നത്. ഈ ഒരു ലേഔട്ടൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായിട്ട്. ഇവിടെയൊക്കെ സോഫ്റ്റ് ലെതറൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമാന്യം വലിയ ഗ്ലൗ ബോക്സാണ്. ഈ ഗ്ലൗ ബോക്സ് തുറക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് പ്ലാസ്റ്റിക്കിൻ്റെ ആ നിലവാരം എന്ന് പറയുന്നത് ഗ്ലോ ബോക്സ് തുറക്കുമ്പോൾ കൃത്യമായിട്ടും പിടികിട്ടും. അത് അങ്ങേയറ്റം നിലവാരമുണ്ട്. 12.3 ഇഞ്ചിൻ്റെ ഒരു വലിയ ടച്ച് സ്ക്രീനാണ് മേൽഭാഗത്ത് നമ്മൾ കാണുന്നത്. അതിന് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഈ ഒരു പാനൽ കാണാം. അതിൻ്റെയും താഴെയാക്കിയിട്ടുണ്ട് ഇപ്പോൾ AC വെൻറ്റുകൾ. അതും ഒരു പുതുമയാണ് പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇതിലേക്ക് പോവുകയാണെങ്കിൽ JBLൻ്റെ ഒരു 9 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ മികച്ച ഒരു സിസ്റ്റമാണ്. കൂടാതെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങൾ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഇദ്ദേഹത്തിൽ ഉണ്ട്. എവിടെ നോക്കട്ടെ, 360 ക്യാമറയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അതിൻ്റെ വിഷ്വലുകൾ ഒക്കെ ഈ പറഞ്ഞ പോലെ ടൊയോട്ടയ്ക്ക് മാത്രം പറ്റുന്ന രീതിയിലുള്ള വിഷ്വലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരല്പം ഡള്ളായിട്ട് ആ സ്ക്രീൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ടാണെന്ന് മനസ്സിലാക്കുക. പിന്നെ റിവേഴ്സ് ക്യാമറയുടെ വിഷ്വൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമാന്യം ഭേദപ്പെട്ട വിഷ്വൽ തന്നെയാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ പാർക്ക് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് പാർക്ക് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ADAS ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട്. ഇവിടെ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ഇതാണ് വയർലെസ് ചാർജിങ് പാഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയായിട്ട് 3 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ടൊയോട്ട അത്തരം കാര്യങ്ങളൊന്നും പൊതുവെ ശ്രദ്ധിക്കാറില്ലെങ്കിൽ ഈ വാഹനത്തിൽ വന്നപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് ഏരിയയാണ്. ഇവിടെയും ഉണ്ട്. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഭാഗത്ത് ക്യാമറി എന്നൊക്കെ എഴുതിയിരിക്കുന്ന രസകരമായിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറാണ് ഇവിടെ കാണുന്നത്. അത് ചെറുതാണ്, വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷേ വളരെ ഹാൻഡി ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ പലതരത്തിലുള്ള മോഡുകളുടെ സ്വിച്ച്, ഇക്കോ, നോർമൽ, സ്പോർട്ട് എന്നുള്ളത്. ഇവിടെ EV മോഡിലേക്ക് വരുമ്പോൾ ബാറ്ററി ലോ ആണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ബാറ്ററി ഫുൾ പവേർഡ് ആണെങ്കിലാണ് ഈ ഒരു പവർ ഉള്ളതാണെങ്കിലാണ് EV മോഡ് വർക്ക് ചെയ്യുക. ഇത് ബ്രേക്ക് ഹോൾഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. സാമാന്യം ഭേദപ്പെട്ട ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഇവിടെയുണ്ട്. നല്ലൊരു ആംബ്രസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റുകളാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. 10 വേ അഡ്ജസ്റ്റബിൾ ഒക്കെയാണ് ഈ മുൻഭാഗത്തെ ഡ്രൈവർ സീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ. നല്ല
ഹൈറ്റും അതുപോലെ തന്നെ സ്ലാൻഡിങ് പൊസിഷനും എല്ലാം തന്നെ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തന്നെയല്ല കഴിഞ്ഞ ക്യാമറയേക്കാളും കൂടുതൽ മികച്ച കുഷനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലെ ബോൾസസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ. അതുപോലെ അങ്ങേയറ്റം തൈ സപ്പോർട്ട്, ഇതിൻ്റെ അപ്പുറത്തേക്ക് തൈ സപ്പോർട്ട് ഇല്ല എന്നുള്ള മട്ടിൽ ഉയർന്നു നിൽക്കുന്ന സീറ്റ്. ഈ ഒരു എഡ്ജ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടാവും. പിന്നെ ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ചെറിയ 1-2 ബോട്ടിലൊക്കെയാണ് വയ്ക്കുക. പക്ഷേ ആ ഡോറിൻ്റെ വലിപ്പം കണ്ടോ, നീളം കണ്ടോ എത്രത്തോളം വലുതാണ്. അപ്പോൾ എത്രത്തോളം ഭംഗിയായിട്ട് തുറന്നകത്തേക്ക് കയറാൻ പറ്റുമെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. വലിയ സ്പീക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്, താഴെയായിട്ട് ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ള രീതിയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ആംറസ്റ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫിലേക്ക് വരുമ്പോൾ ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് പാനൽ അടയ്ക്കാം, ഇല്ലെങ്കിൽ ഗ്ലാസ് തുറന്നിടാം. കൂടാതെ ഈ സീറ്റ് നമുക്ക് പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് അതിങ്ങനെ നീക്കാൻ സാധിക്കും. അപ്പോൾ പിൻഭാഗത്തിരിക്കുന്നവർക്ക് മുൻഭാഗത്ത് ആളില്ലെങ്കിൽ ഇഷ്ടംപോലെ ലെഗ് സ്പേസ് കൈവരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് അതെന്നാണ് പറയേണ്ടത്. സ്റ്റിയറിംഗ് വീല് അതും പുതിയതാണ്, വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഡിസൈൻ രീതിയൊക്കെ രസകരമായിട്ടുണ്ട്. അതുപോലെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോളും അതുപോലെ തന്നെ വോളിയം സെറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒക്കെയാണ് കാണുന്നത്. അതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഇവിടെ 12.3 ഇഞ്ചിൻ്റെ തന്നെ, അതായത് ഇതേ വലിപ്പമുള്ള ഒരു സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. അതിൽ നമുക്ക് മോഡുകളും മറ്റും മാറുമ്പോഴും മറ്റും അതിൽ കാണാം. അതുപോലെ അത് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. അതിൻ്റെ നിറങ്ങളും മറ്റും വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഓരോരോ മോഡ് മാറ്റുമ്പോൾ അതിൽ വരുന്ന കളർ ചേഞ്ചൊക്കെ കാണുക. 535 കിലോമീറ്ററോടാണുള്ള ഇന്ധനം ബാക്കിയുണ്ടെന്നുള്ള കാര്യം കാണിക്കുന്നു. എന്തായാലും വളരെ ഷാർപ്പായിട്ടുള്ള കളേഴ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന നല്ലൊരു സ്ക്രീനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 360 ഡിഗ്രി ക്യാമറയുടെയും മറ്റു സ്വിച്ചും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫോൾഡിങ് ഓപ്ഷൻസും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിസിബിലിറ്റി ഒട്ടും മോശമല്ല. ഞാനിപ്പോൾ സീറ്റ് അത്യാവശ്യം ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വിസിബിലിറ്റി മോശമല്ല. അല്ലെങ്കിൽ തന്നെ വളരെ ഉയർന്നു നിൽക്കുന്ന ഡാഷ്ബോർഡൊന്നുമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രശ്നം പറയാനില്ല. അതുപോലെ ഇവിടുത്തെ ഈ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് പിൻഭാഗത്ത് സൺ ബ്ലൈൻഡ് അത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാനുള്ള സ്വിച്ച് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേൽഭാഗത്ത് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതും രസമാണ്. ആ ബ്ലാക്ക് ഫിനിഷ് ഈ ഒരു നിറത്തോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും എല്ലാ തരത്തിലും മികച്ച ഒരു ഇൻറ്റീരിയർ തന്നെയാണ് പറയേണ്ടത്. പഴയതുപോലെ അല്പം മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലുള്ള കളേഴ്സൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഒരു രസമുണ്ട് ഉൾഭാഗത്തൊക്കെ ഇരിക്കുമ്പോൾ. അതുപോലെ വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ച് അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതാണ് നമ്മളിവിടെ ഈ കാണുന്ന മുൻഭാഗത്തെ 2 സീറ്റിൻ്റെയും അതാണ് ആ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പിൻഭാഗത്തിരിക്കാം. കാരണം ക്യാമറകൾ അധികവും ഷോഫർ ഡ്രിവൺ ആണ്. അപ്പോൾ പിൻഭാഗത്തിരിക്കുന്നവർക്ക് കൂടുതൽ സൗകര്യം കൊടുത്തിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നിൽ കയറിയിരുന്നത് എന്നാണ് പറയേണ്ടത്. എന്തായാലും നടുവിലൊരു വലിയ ഉയർന്നു നിൽക്കുന്ന ഒരു സെൻട്രൽ ടണലുണ്ട്. അതുകൊണ്ട് നടുവിലിരിക്കുന്നതൊക്കെ അത്ര സുഖമായ ഇരിപ്പായിരിക്കില്ല. എന്തായാലും 3 പേർക്ക് ഇരിക്കാൻ തന്നെയാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം 3 സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നടുവിൽ ആരും ഇരിക്കുന്നില്ലെങ്കിലാണ് നമുക്ക് ഇത്രയും വലിയൊരു ആംറസ്റ്റ് കിട്ടുക. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്താൽ 2 കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീനാണ് കാണുന്നത്. അതിൽ അതുകൊണ്ട് അതോടൊപ്പം തന്നെ മുൻഭാഗത്തെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും ട്യൂണിങ്, വോളിയം അത്തരം കാര്യങ്ങളൊക്കെ ചാനൽ ചേഞ്ച് ചെയ്യാനൊക്കെ ഇതിലും സാധിക്കും. പിന്നെ ഇവിടെ ഈ ഷെയ്ഡ്, നമ്മുടെ പിൻഭാഗത്തിൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ഇവിടെ നിന്നും കൂടിയും നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്വിച്ച്, ഈ ടച്ച് സ്വിച്ചിലും നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് ഈ കാണുന്ന 2 മോഡുകൾ, അതായത് ഈ സീറ്റ് നമുക്കൊന്ന് അല്പം പിന്നിലേക്ക് മാറ്റണമെങ്കിൽ ഇതുണ്ടോ, മുന്നിലേക്ക് അദ്ദേഹം കയറി വരുന്നു. അപ്പോൾ അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു സ്ലാൻഡിങ് പൊസിഷൻ അങ്ങനെ കണ്ടെത്താൻ സാധിക്കും. അത് കൊള്ളാം. ഇതിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് സാമാന്യം നല്ല രീതിയിൽ തന്നെ സ്ലാൻഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാല് അങ്ങനെ നീട്ടി വെച്ച് സുഖമായിട്ട് ഇരിക്കാവുന്നൊരു പൊസിഷൻ കിട്ടും. എങ്കിൽ പോലും നമ്മൾ വളരെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, തരക്കേടില്ലാത്ത രീതിയിലുള്ളൊരു സ്ലാൻഡിങ് പൊസിഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോർ പാഡിലേക്ക് പോയാൽ അവിടെ ഒരു ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാം. നല്ലൊരു ആംറസ്റ്റ് ഉണ്ട്. പിന്നെ വിൻഡോ ലൈനൊക്കെ സെഡാൻ ആയതുകൊണ്ട് തന്നെ വളരെ താഴ്ന്നാണ്. നല്ലൊരു എയറി ഫീൽ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. 2 ചാർജിങ് പോയിൻറ്റുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ AC-യുടെ വെൻ്റ് പിൻഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ബി പില്ലറിലൊന്നും AC വെൻ്റൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ വളരെ ശക്തമായ AC തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് തീർച്ചയായിട്ടും സീറ്റിൻ്റെ കുഷനിങ് തന്നെയാണ്. നല്ല തൈ സപ്പോർട്ടുണ്ട്. നല്ല സുഖമായിട്ട് കാല് വെച്ച് നീട്ടി പിടിച്ചങ്ങിരിക്കാം. തന്നെ ഇത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള വാഹനമായതുകൊണ്ട് പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഒരു അലോസരവും ഇല്ല എന്നാണ് പറയുന്നത്. സുഖമായിട്ടിരിക്കാം. പിന്നെ ഇത് ഞാൻ മുൻഭാഗത്തിരുന്ന് കാണിച്ച പോലെ തന്നെ ഈ സീറ്റ് നമുക്ക് എങ്ങനെയും മുന്നിലേക്കും പിന്നിലേക്കും തള്ളാം. അങ്ങനെയൊക്കെ തള്ളിക്കഴിയുമ്പോൾ ഇത് കണ്ടോ, പന്ത് കളിക്കാനുള്ള സ്ഥലമാണ് നമുക്ക് മുൻഭാഗത്ത് കിട്ടുന്നത്.
അപ്പോൾ എങ്ങനെ നോക്കിയാലും വളരെ മികച്ച ഇൻറ്റീരിയർ എന്ന് തന്നെയാണ് പറയേണ്ടത്. സ്പേസിൻ്റെ കാര്യത്തിലായാലും കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും ടൊയോട്ട എപ്പോഴും മടിച്ചു നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്, ചില ഫീച്ചേഴ്സിൻ്റെ കാര്യം. അതുകൊണ്ടൊന്നും ഇത്തവണ ഒരു മടിയും കാണിക്കാതെ ഇഷ്ടംപോലെ വാരി കോരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്യാമറ നമുക്കിനി ഒന്ന് ശക്തമായ രീതിയിൽ ഓടിച്ചു നോക്കാം. ലോകത്തിലെ വാഹന നിർമ്മാതാക്കളെല്ലാം ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഹൈബ്രിഡിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൊയോട്ട മാത്രമാണ് എന്നെനിക്ക് തോന്നുന്നു. ടൊയോട്ടയുടെ നിസാനുണ്ട് ഒരു പരിധിവരെ. ബാക്കി എല്ലാവരും ഹൈബ്രിഡ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടെക്നോളജി ആയതുകൊണ്ട് അത് താഴേക്കുള്ള വാഹനങ്ങളിലേക്ക്, ചെറിയ വാഹനങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ ഒട്ടും വയബിൾ ആകില്ല എന്നുള്ളത് കൊണ്ടും, അതായത് വാഹനത്തിന് വില കൂടും, അതുകൊണ്ട് പലരും അതിൽ വലിയ പരീക്ഷണം നടത്താതെ ഇലക്ട്രിക് ആകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാമാന്യം കൊള്ളാവുന്ന ഒരു മോട്ടറും ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, സാമാന്യം കൊള്ളാവുന്ന ഒരു ബാറ്ററിയും പിന്നെ വാഹനത്തിൻ്റെ ഷേപ്പും ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനമായി. പക്ഷേ ഈ ഹൈബ്രിഡ് വാഹനങ്ങളുടെ അങ്ങനെയല്ല, കുറച്ച് എന്താ പറയേണ്ടത്, കൂടിയ ടെക്നോളജി എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര ചെറിയ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം വാങ്ങിക്കാൻ ശ്രമിച്ചാലും അതിന് 20 ലക്ഷം രൂപയ്ക്കുള്ള വില വരുന്നത് ഈ ഒരു ടെക്നോളജിയുടെ വില ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നതിൻ്റെ ഒരു മെച്ചം. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വാഹനം ചാർജ് ചെയ്യേണ്ടി വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇലക്ട്രിക് മോട്ടോർ ഉണ്ടെങ്കിൽ പോലും വാഹനം അധികവും ഓടുന്ന പെട്രോൾ എഞ്ചിനായിരിക്കും. ഒരു പക്ഷേ സ്റ്റാർട്ടാകുന്നത് ഇലക്ട്രിക്കലായിരിക്കാം, മോട്ടറിലായിരിക്കാം. അതിനുശേഷം എപ്പോഴൊക്കെ ഈ ഒരു പെട്രോൾ എഞ്ചിന് ഒരു പുഷ് ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ ആ ഒരു പുഷ് കൊടുക്കുന്നു. ഇതാണ് ഒരു ബേസിക് തത്വമായിട്ട് ഇതിനെ പറയാവുന്നത്. പക്ഷേ ഇലക്ട്രിക്കിൽ നിന്നും പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, തിരിച്ച് സ്വിച്ച് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ വളരെ സീംലെസ് ആയിട്ട് നടക്കണമെങ്കിൽ അതിൽ ഗംഭീരമായ ടെക്നോളജി ഇണക്കി ചേർത്തേ പറ്റൂ. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായത് അത് തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടുമില്ല, കാരണം അത് ഇലക്ട്രിക് മോട്ടറിലാണ് സ്റ്റാർട്ടാകുന്നത്. അതിനുശേഷം അങ്ങോട്ട് കാല് കൊടുത്തു കഴിയുമ്പോൾ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുന്നതൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. വേറൊരു കാര്യമുള്ള, ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കോ എന്ന മോഡിൽ നല്ലൊരു ഹൈവേ കൂടെയാണ്. ഇങ്ങനെ ഓടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇടയ്ക്ക് ഇത് ഇലക്ട്രിക് മോട്ടറിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഇക്കോ എന്ന മോഡലിൽ അത്ര വലിയ സ്പീഡിലൊന്നും അല്ലാതെ പോകുമ്പോഴാണ്. വളരെ ചെറുതായിട്ട് നമുക്കിന് മനസ്സിലാവും. ഒന്ന് സ്വിച്ച് ചെയ്ത് തിരിച്ച് പോകുന്നു, പെട്രോളിലേക്ക് തിരിച്ച് സ്വിച്ച് ചെയ്ത് വരുന്നു, ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൈലേജ് എന്ന് പറയുന്നത് 26 കിലോമീറ്ററാണ്, 25.9 അങ്ങനെ എന്തോ ആണ് കമ്പനി പറയുന്നത്. എന്ന് പറഞ്ഞാൽ 22 കൂളായിട്ട് കിട്ടും എന്നുള്ളൊരു സംശയമില്ല, അത് ഈവൻ ഇൻ സിറ്റി. അപ്പോൾ ഏറ്റവും പുതിയ ക്യാമറയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളിതുവരെ കണ്ടുവന്നിരുന്ന കഴിഞ്ഞ ക്യാമറയുടെ അതേ പ്ലാറ്റ്ഫോമിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അതായത് പ്ലാറ്റ്ഫോമിലടക്കം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇംപ്രവൈസേഷൻ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഓടിക്കുമ്പോൾ അത് വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ക്യാമറയിൽ നിന്നൊക്കെ വളരെ മുന്നിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു പുതിയ ക്യാമറയുടെ രീതികളെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിലായാലും വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള പെരുമാറ്റ രീതികളായാലും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. വളരെ രസകരമാണ് ഇപ്പോൾ ഓടിക്കാൻ. അപ്പോൾ ഈ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ ഓടിച്ച് ശീലിച്ചാലും നമ്മൾ ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന പോലെയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു സുഖം അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് സാധാരണ പെട്രോൾ എഞ്ചിനൊക്കെ ഓടിക്കാൻ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കിയ സിറോസിൻ്റെ ഡ്രൈവിന് പോയിട്ട് അതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ഓടിച്ചപ്പം ഇതെന്തൊരു ഹെവി എൻജിൻ, എന്തൊരു വൈബ്രേഷൻ, എന്തൊരു ശബ്ദം എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഇപ്പം അധികവും നമ്മൾ ഈ കോമറ്റ് ഓടിക്കുന്നതുകൊണ്ട് വളരെ നിശബ്ദമായ ഇലക്ട്രിക് മോട്ടറുള്ള വാഹനം ഓടിച്ച് ശീലിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാം അങ്ങ് സൗണ്ടായിട്ട് തോന്നുകയാണെന്നുള്ളതാണ് ഒരു പ്രശ്നം. അല്ലാതെ അത് സിറോസിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ കുഴപ്പമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്താണ് ഏറ്റവും പുതിയ ക്യാമറയുടെ ഡ്രൈവ് ട്രെയിനിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2.5 ലിറ്റർ 4 സിലിണ്ടർ അറ്റ്കിൻസൺ സൈക്കിൾ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പവറിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ 187 BSP ആണ് പുതിയ ക്യാമറയിലെ പെട്രോൾ എഞ്ചിൻ്റെ പവർ. എന്ന് പറഞ്ഞാൽ 9 BSP കൂടിയിട്ടുണ്ട്. 6000 RPM മാക്സിമം പവർ കിട്ടുന്നത്.
അതുപോലെ ടോർക്കിൻ്റെ ഫിഗേഴ്സിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 221 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അത് പഴയ എഞ്ചിൻ്റെ അതേ ടോർക്ക് തന്നെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള ഇലക്ട്രിക് മോട്ടറും കൂടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. 136 BSPയുടെ 208 ന്യൂട്ടൺ മീറ്ററിൻ്റെ ഇലക്ട്രിക് മോട്ടറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 230 BSP ആയി. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെയുള്ള കമ്പൈൻഡ് പവർ എന്ന് പറയുന്നത് പഴയ ക്യാമറയെക്കാളും 12 BSP കൂടുതലായി. ഇപ്പോൾ 7.2 സെക്കൻഡ് കൊണ്ടാണ് 100 കിലോമീറ്റർ വേഗത എടുക്കുന്നത്. 1.6 ടണ്ണിൻ്റെ ഒരു വാഹനമാണിതെന്ന് പറയുമ്പോൾ അത് മോശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വാഹനം എങ്ങനെ ഓടിക്കുന്നു എന്നതിനനുസരിച്ച് നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. നമ്മൾ ഇക്കോ എന്ന മോഡിൽ ചാവുട്ടി പിടിക്കാതെയൊക്കെ ഓടിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 22 കിലോമീറ്റർ എങ്കിലും മൈലേജ് കിട്ടുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ആവറേജ് മൈലേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ 19.9 പക്ഷേ ഡ്രൈവ് മോഡുകൾ മാറ്റുക, അതായത് ഇപ്പോൾ നോർമൽ, സ്പോർട്ട് തുടങ്ങിയതിലേക്ക് മാറ്റുകയാണെങ്കിൽ പെർഫോമൻസ് തീർച്ചയായിട്ടും കൂടുന്നുണ്ട്. പക്ഷേ അത് ഫ്യൂവൽ എഫിഷ്യൻസി തീർച്ചയായിട്ടും ബാധിക്കും. പിന്നെ ട്രാൻസ്മിഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് CVT ആണ് കൊടുത്തിരിക്കുന്നത്. CVT എന്ന് പറയുന്നത് വളരെ സീംലെസ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റുകളൊക്കെയാണ് തരുന്നത്. എങ്കിൽ പോലും CVTയുടേതായ ഒരു ചെറിയ റബ്ബർ ബാൻഡ് എഫക്റ്റ് നമ്മൾ ഫുൾ ത്രോട്ടിൽ ചവിട്ടി പിടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് വലിയുന്നുണ്ട്. എങ്കിലും അത് കൺസിഡറബിളായിട്ടുള്ള ഒരു മാറ്റം, ഒരു വലിച്ചിൽ എന്ന് പറയാനില്ലെങ്കിൽ ഒരു ചെറിയൊരു റബ്ബർ ബാൻഡ് എഫക്റ്റ് തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് NVH ലെവലുകളാണ്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ പഴയ ക്യാമറയെക്കാളും വളരെ മുന്നിലാണ് ഈ ഒരു ക്യാമറ എന്നുള്ള ഓടിക്കുമ്പോൾ മനസ്സിലാകും. സൗണ്ട് എന്ന് പറയുന്ന സംഭവമേ അകത്തേക്കില്ല. വളരെ ചെറിയ തോതിൽ ടയർ ഒരിയുന്ന സൗണ്ട് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള സൗണ്ടുകളുമില്ല. പിന്നെ ഉള്ളത് തകർപ്പൻ ഹാൻഡ്ലിംഗ് ആണ്. അത് നമ്മൾ വളവുകൾ വീശിയാലും സ്ട്രെയിറ്റ് റോഡിലായാലും എല്ലാം തന്നെ തകർപ്പൻ ഹാൻഡ്ലിങ്. അതോടൊപ്പം തന്നെ നല്ല വെയിറ്റുള്ള വാഹനമായതുകൊണ്ട് നമ്മുടെ റോഡിനോട് ചേർന്ന് പോകുന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. അതെല്ലാം നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. 18 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 235/45 ആണ് ടയർ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത്. നല്ല വീതിയുള്ള വൈഡായിട്ടുള്ള ടയേഴ്സാണ്. അതോടൊപ്പം തന്നെ തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ ഒരു ഡ്രൈവബിലിറ്റി നമുക്ക് കിട്ടുന്നത്. എങ്കിൽ പോലും നീളം കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, 5 മീറ്റർ അടുത്ത് നീളമുണ്ട്. അതുകൊണ്ട് തന്നെ 11.4 മീറ്ററാണ് ഇതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. എന്നാൽ പോലും നമ്മുടെ ജിംനിയേക്കാളും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിംനിയാണ് പാണ്ടിലോറി ഓടിക്കുന്ന പോലെ വളയ്ക്കേണ്ടി വരുന്നെങ്കിൽ ഇത് അത്രയ്ക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും വലിയൊരു വാഹനം തന്നെയാണെന്നുള്ള കാര്യം മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അഡാസ് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ സേഫ്റ്റി സെൻസ് 3.0 എന്നാണ് കമ്പനി വിളിക്കുന്നത്. അതിലേക്ക് വരുമ്പോഴത്തേക്കും ഫോർവേഡ് കൊളീഷൻ അവോയ്ഡൻസ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ പെഡസ്ട്രിയൻ ഡിറ്റക്ഷൻ, അഡാപ്റ്റീവ് ആൻഡ് സ്റ്റാൻഡേർഡ് ക്രൂയിസ് കൺട്രോൾ, ലൈൻ കീപ്പ് അസിസ്റ്റ്, റോഡ് സൈൻ റീഡ് ഔട്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹൈ ബീം ഫംഗ്ഷൻ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് അഡാസിൻ്റെ മോശമല്ലാത്ത ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സിൽ പോവുകയാണെങ്കിൽ 9 എയർ ബാഗുകൾ നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ ABS, EBD തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതെല്ലാം പിന്നെ പറയേണ്ട കാര്യമില്ല. അതെല്ലാം ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സായിട്ട് വരുന്നുണ്ട്. അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ, തീർച്ചയായിട്ടും അതും ഒരു മികച്ച സേഫ്റ്റി ഫീച്ചറായിട്ട് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജഗതി ചേട്ടൻ ഒരു സിനിമ പറഞ്ഞ പോലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ഫുഡിനിടയ്ക്ക് ഹോംലി മീൽസ് എന്ന് പറഞ്ഞതുപോലെ ഈ SUVകൾ ഓടിച്ച് പണ്ടോരടങ്ങിയിരിക്കുമ്പോൾ ഒരു സെഡാൻ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സെഡാനുകളുടെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ തന്നെ ബാക്ക് സീറ്റിലെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് ഒരു തരത്തിലുള്ള, അതായത് SUVകളായാലും മറ്റൊരു തരത്തിലുള്ള വാഹനങ്ങൾക്കും ഒപ്പം നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അത് കുറേ കൂടി ഒരു പടി മുന്നിലാണ്. കാരണം ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ക്യാമറയുടെ കാര്യത്തിൽ പഴയ ഒരു തണുപ്പൻ മട്ട് അതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. കാഴ്ചയിൽ വളരെ സ്പോർട്ടി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യഗൗരവത്തിലുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂജൻ ആൾക്കാരെയൊക്കെ ആകർഷിക്കാവുന്ന അവസ്ഥയിലേക്ക് ഈ വാഹനം മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ഇത്രയും കാലം ന്യൂജനുകളൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെല്ലാം ഇനി അടുത്ത് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾ ടൊയോട്ട ക്യാമറയുടെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞു. വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ തലയെഴുത്ത് എത്രയാണെന്ന് അറിയണമല്ലോ. തലയെഴുത്തെന്ന് പറയുന്നത് 48 ലക്ഷം രൂപയാണ്. ഏതാണ്ട് 60 ലക്ഷം രൂപ ഓൺ റോഡ് വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടൊയോട്ടയുടെ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതോടൊപ്പം കിട്ടുന്നൊരു ഉറപ്പ് എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ തന്നെയാണ്. ഒരുപക്ഷെ ടൊയോട്ടയുടെ വാഹനങ്ങൾ അല്പമെങ്കിലും റീസെയിൽ വാല്യൂ കുറവ് ഈ വാഹനത്തിനായിരിക്കും. എങ്കിലും അത്രയധികം തീരെ കുറവെന്നൊന്നും പറയാനാവില്ല. അപ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതോടൊപ്പം കിട്ടുന്നത് നല്ല മൈലേജ് ഉള്ളൊരു വാഹനം കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ മൈലേജ് ഇല്ലായ്മയായിരുന്നു നമ്മളെ കുഴക്കിയിരുന്നെങ്കിൽ 20 കിലോമീറ്റർ മുകളിൽ തീർച്ചയായിട്ടും മൈലേജ് കിട്ടും. 26 അടുത്താണ് കമ്പനി പറയുന്ന മൈലേജ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഹരമുണ്ട്. വളരെ രസകരമായ ഡ്രൈവ് സമ്മാനിക്കുന്ന വാഹനമാണ്. അങ്ങേയറ്റം റിഫൈൻഡും അങ്ങേയറ്റം സ്മൂത്തുമാണ്.
ഇലക്ട്രിക് മോട്ടറിൻ്റെ ആ ഒരു ബാക്കപ്പ് എപ്പോഴും നമ്മളെ ഇങ്ങനെ ഒരു ഹരത്തോടു കൂടിയുള്ള ഡ്രൈവിൽ നിലനിർത്തും എന്നാണ് പറയേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും ടൊയോട്ടയുടെ നിർമ്മാണ നിലവാരം, 1,00,000 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടി, അത്തരം പല കാര്യങ്ങളും ക്യാമറി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മാനമായി കൂടെ കിട്ടുന്നുണ്ട്. എന്തായാലും ക്യാമറ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ റോഡുകൾ എല്ലാം പണി തീർന്നു കഴിഞ്ഞ്, ഹൈവേ ഒക്കെ തീർന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ചവിട്ടി പിടിച്ച് ഓടിക്കാൻ പറ്റിയ വാഹനം തന്നെയാണത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അടി തട്ടാതെ കൊണ്ടു നടക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബൈ, താങ്ക് യു.